Good morning. Today നമ്മൾ ഇതിന്റെ അലോക്കേഷൻ സ്ട്രാറ്റിഫൈഡ് സാമ്പിൾ എങ്ങനെയൊക്കെയാണ് സാമ്പിൾ അലോക്കേഷൻ ഓഫ് സാമ്പിൾ സൈസ് സ്ട്രാറ്റിഫൈഡ് ആകുമ്പം സപ്പോസ് നമ്മൾ 1, 2, 3 അപ് ടു കെ സ്ട്രാറ്റയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഓരോ സ്ട്രാറ്റയിൽ നിന്നും എങ്ങനെ സാമ്പിൾ സൈസ് എടുക്കാം. സപ്പോസ് ni സ്മോൾ ni is the sample size from the ith stratum. അങ്ങനെയാണെങ്കിൽ for all I varies 1 to k അങ്ങനെയാണെങ്കിൽ ഓരോ niയുടെയും സാമ്പിൾ സൈസിന്റെ വാല്യൂ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, അതിന് എന്തൊക്കെയാണ് അതിന് ക്യാരക്ടറൈസേഷൻ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അലോക്കേഷൻ ആൻഡ് ചോയ്സ് ഓഫ് സാമ്പിൾ ഇൻ ദി സ്ട്രാറ്റ. അലോക്കേഷൻ ആൻഡ് ചോയ്സ് ഓഫ് സാമ്പിൾ ഇൻ ദി സ്ട്രാറ്റ കാര്യമായിട്ട് 3 തരത്തിലാണ്. ഒന്ന്, നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഒരു കാര്യം ഫിക്സ് ചെയ്യാം. എന്താ? സാമ്പിൾ സൈസ് ഈക്വൽ ആണ്. ഏത് സ്ട്രാറ്റ ആയാലും അതിൽ നിൽക്കുന്ന സാമ്പിൾ സൈസ് ഈക്വൽ ആണ്. i ഈക്വൽ ടു 1, 2, 3 അപ് ടു k. ni എന്ന് പറയുന്ന ith സ്ട്രാറ്റയിൽ നിന്നുള്ള സാമ്പിളിന്റെ എണ്ണം ഈക്വൽ ആണ് ഫോർ ഓൾ i എന്ന് നമുക്ക് വേണമെങ്കിൽ ഒന്നാമത്തെ രീതിക്ക് പറയാം. നമ്മൾ ആദ്യം തൊട്ട് പറയുന്ന എക്സാമ്പിൾ, നമ്മുടെ കോളേജിലെ 3 തരം സ്ട്രീംസ്, സയൻസ്, കൊമേഴ്സ്, ആർട്സ്. ഈ 3നെയും എന്തെടുക്കാം, 3 എണ്ണത്തിനെയും ഒരു സ്ട്രാറ്റജി ആയിട്ട് പരിഗണിക്കുകയാണെങ്കിൽ സയൻസിൽ നിന്ന് എടുക്കുന്ന കുട്ടികളുടെ എണ്ണം n1, കൊമേഴ്സിൽ നിന്ന് എടുക്കുന്നത് n2, ആർട്സിൽ നിന്ന് എടുക്കുന്നത് n3 ആണെങ്കിൽ എല്ലാത്തിൽ നിന്നും ഈക്വൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ n1 ഈക്വൽ ടു n2 ഈക്വൽ ടു n3. ടോട്ടൽ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത്, ഓവറോൾ സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് സ്മോൾ n1 പ്ലസ് n2 പ്ലസ് n3, സ്മോൾ n1 പ്ലസ് സ്മോൾ n2 പ്ലസ് സ്മോൾ n3 ഈക്വൽ ടു സ്മോൾ n, ആകെയുള്ള സാമ്പിളിന്റെ എണ്ണം. അത് ഒന്നാമത്തെ രീതി നമുക്ക് പറയാം ഈക്വൽ അലോക്കേഷൻ. രണ്ടാമത്തെ രീതിയായിട്ട്, ഒന്നാമത്തെ രീതി പറഞ്ഞിട്ടുള്ള എന്താ? ഈക്വൽ അലോക്കേഷൻ, ഡ്രോ ഈക്വൽ സൈസ് ഓഫ് സാമ്പിൾ ഫ്രം ദ kth strata, that is ni equal to n by k for all i equal to 1, 2, 3 up to k. Then proportional allocation. എന്തിനെയാണ് പ്രൊപ്പോർഷണൽ ആകുന്നത്? ni എന്ന് പറയുന്ന ith സ്ട്രാറ്റയിൽ നിന്ന് എടുക്കുന്ന സാമ്പിളിന്റെ എണ്ണം ക്യാപിറ്റൽ ni എന്ന് പറയുന്ന ആ സ്ട്രാറ്റയിൽ വരുന്ന ആകെ എലിമെന്റ്സിന്റെ എണ്ണത്തിനോട് പ്രൊപ്പോർഷണൽ ആകും. എന്ന് വെച്ചാൽ സയൻസിൽ നമ്മൾ 50 കുട്ടികൾ എടുക്കുകയാണെങ്കിൽ സയൻസിൽ ആകെ കോളേജിൽ 600 കുട്ടികൾ ഉണ്ടാവും അല്ലെ? അപ്പൊ ആ 50യും 600ഉം തമ്മിലുള്ള ആ പ്രൊപ്പോർഷൻ ni പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ ni അല്ലെ? അപ്പൊ അങ്ങനെയാണ് എടുത്തിട്ടില്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കണം നെക്സ്റ്റ് കൊമേഴ്സ് എടുക്കുന്നത്, നെക്സ്റ്റ് എടുക്കുന്നത് ആർട്സ് എടുക്കുന്നത്. അപ്പൊ എങ്ങനെ, എന്തിനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കണം? ക്യാപിറ്റൽ niനോട് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. ആകെ ഒരു സ്ട്രാറ്റയിൽ എത്ര എലിമെന്റ്സ് ഉണ്ടോ ആ എലിമെന്റ്സിനോട് പ്രൊപ്പോർഷണൽ ആയിട്ട് വേണം സാമ്പിൾ സെലക്ട് ചെയ്യാൻ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം ni ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ ni, സ്മോൾ ni ഈസ് പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ ni. പ്രൊപ്പോർഷണാലിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കോൺസ്റ്റന്റ് ലൊക്കേറ്റ് ചെയ്യാം. എങ്ങനെ ലൊക്കേറ്റ് ചെയ്യാം? ni പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ ni ആണെങ്കിൽ ni ഈക്വൽ ടു ഡോ ni എന്ന് എഴുതാം. അപ്പൊ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ദ കോൺസ്റ്റന്റിന്റെ വാല്യൂ, കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി, ആ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? വാല്യൂ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാവുന്ന കാര്യം ടോട്ടൽ ഓഫ് ni. നമുക്ക് ഇതിന്റെ ടോട്ടൽ എടുക്കുകയാണ്, niയുടെ ടോട്ടൽ, ആകെയുള്ള സാമ്പിളിന്റെ എണ്ണം. ni എന്ന് പറയുന്നത് ith സ്ട്രാറ്റയിൽ വരുന്ന സാമ്പിളിന്റെ എണ്ണം. അപ്പൊ ടോട്ടൽ ഓഫ് ni എന്ന് പറയുന്നത് ആകെയുള്ള സാമ്പിളിന്റെ എണ്ണം, സയൻസിൽ നിന്നും കൊമേഴ്സിൽ നിന്നും ആർട്സിൽ നിന്നും കൂടി കിട്ടിയിട്ടുള്ള സാമ്പിളിന്റെ എണ്ണം. അപ്പൊ നമ്മൾ ഇതിന്റെ ടോട്ടൽ എടുക്കുകയാണ്. ni ഈക്വൽ ടു ഡോ ni ആണെങ്കിൽ ടോട്ടൽ ഓഫ് ni ഈക്വൽ ടു ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഇൻടു സമ്മേഷൻ i വാല്യൂസ് 1 to k ni. ബട്ട് നമുക്കറിയാവുന്ന കാര്യം ടോട്ടൽ ഓഫ് ni എന്ന് പറയുന്നത് n ആണ്. ടോട്ടൽ ഓഫ് ni എന്ന് പറയുന്നത് n ആണ്. ടോട്ടൽ ഓഫ് ക്യാപിറ്റൽ ni എന്ന് പറയുന്നത് ക്യാപിറ്റൽ n ആണ്. എല്ലാ സ്ട്രാറ്റയിലും വരുന്ന എലിമെന്റ്സിന്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ പോപ്പുലേഷന്റെ എണ്ണമാണ്. അപ്പൊ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോട്ടൽ ഓഫ് ni ഈക്വൽ ടു സ്മോൾ n, ടോട്ടൽ ഓഫ് ക്യാപിറ്റൽ ni ഈക്വൽ ടു ക്യാപിറ്റൽ N. സോ സ്മോൾ n ഈക്വൽ ടു ഡോ ക്യാപിറ്റൽ N. ക്ലിയർ ആണ് അല്ലെ?
അപ്പം ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ വാല്യൂ ഡോ ദ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ഈക്വൽ ടു സ്മോൾ n by n. Small n by n implies the ratio between the sample size with the population size. That is equal to proportionality constant. Hence, we can rewrite Ni equal to, what is Ni actually? Ni is dou Ni. We derived from the proportionality concept. അവിടെ നമ്മൾ ഡോയിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്തില്? ഇവിടെ. In the equation 1, from the equation 1. എന്താ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്? n by n instead of dou. So what we get? The sample size from the ith strata is equal to Ni is equal to n by n. What is n by n? It is the proportionality constant, ratio between sample size and population size, into Ni. What is Ni? Ni is the population size in the ith strata. അല്ലെങ്കിൽ ith strataയിൽ വരുന്ന ആകെ ആ പോപ്പുലേഷൻ സബ്ഡിവൈഡഡ് ആയിട്ടുള്ള ആ പോപ്പുലേഷന്റെ ith സ്ട്രാറ്റയിൽ വരുന്ന ആകെ സൈസ്. So Ni, the sample size, equal to small n by capital N into capital Ni. This is the format for finding Ni by using proportional allocation. ആദ്യം നമ്മൾ പറഞ്ഞു ഈക്വൽ അലോക്കേഷൻ, ഇവിടെ പ്രൊപ്പോർഷണൽ അലോക്കേഷൻ. എന്തിനാണ് പ്രൊപ്പോർഷണൽ ആവുന്നത്? സ്മോൾ Ni പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ Ni. ഓരോ സ്ട്രാറ്റയിൽ നിന്ന് എടുക്കുന്ന സാമ്പിളിന്റെ എണ്ണം ആ സ്ട്രാറ്റയിൽ വരുന്ന ആകെ എലിമെന്റ്സിനോടാണ് പ്രൊപ്പോർഷണൽ ആവുന്നത്. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് വായിച്ചു. മൂന്നാമത്തെ മെത്തേഡ് പറയുന്നത് ഒപ്റ്റിമൽ അലോക്കേഷൻ ഓർ നിമാൻ അലോക്കേഷൻ. It's also important. Optimal allocation or Niemann allocation. This considers the size of strata and variability. Variability കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. എന്താ variability? Mean square deviation, variance, SI square, SI, standard deviation, variability. ആദ്യം പറഞ്ഞത് എന്താ? Precision. What do you mean by precision? It is the inverse of variability. അല്ലേ? precision കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് precision കൂടും. കോസ്റ്റ് സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് കോസ്റ്റ് കൂടും. അപ്പം മിനിമൈസ് ദ കോസ്റ്റ്. കോസ്റ്റും precisionഉം both directly proportional to n ആണ്. കോസ്റ്റും precisionഉം both directly proportional to n. കോസ്റ്റ് കൂടുന്നതനുസരിച്ച് കോസ്റ്റ് കൂടും, ഉറപ്പാണ്. n കൂടുന്നതനുസരിച്ച് precision കൂടും, variability കുറയും. n കൂടുന്നതനുസരിച്ച് precision കൂടും, variability കുറയും. So cost and precision directly proportional to n, but variability, which is the inverse of proportionality, which is the inverse of precision, so the proportionality also in terms of inverse. എങ്ങനെ proportionality വരും? Precision is directly proportional to n, then variability is inversely proportional to n. n കൂടുന്നതനുസരിച്ച് variability കുറയും. n കൂടുന്നതനുസരിച്ച് variability കുറയും, അല്ലെങ്കിൽ variability കുറയണമെങ്കിൽ n നെ കൂട്ടിയാൽ മതി. Precision കൂടുന്നതനുസരിച്ച് variability കുറയും, inversely proportional ആണ്. അതേപോലെ n കൂടുന്നതനുസരിച്ച് variability കുറയും, since n കൂടുമ്പോൾ precision കൂടും. ഇപ്പൊ ഇവിടെ നമ്മള് ഒപ്റ്റിമൽ അലോക്കേഷൻ അല്ലെങ്കിൽ നീമാൻ അലോക്കേഷനിൽ വാരിയബിലിറ്റിയും കൺസിഡർ ചെയ്യുന്നുണ്ട്. വി ആർ കൺസിഡറിംഗ് വാരിയബിലിറ്റി ആൻഡ് സൈസ് ഓഫ് ദ സ്ട്രാറ്റ. That is, Ni is proportional to size and variability, Ni into Si. Ni equal to dou Ni Si. We are assuming some proportionality constant here also in the same way. So Ni equal to dou Ni Si implies we are looking for the total. രണ്ട് ഭാഗത്തും സമ്മേഷൻ എടുത്തു. I varies 1 to k, k stratas ഉണ്ട്. അപ്പൊ I varies 1 to k, Ni equal to dou summation Ni Si. dou outside എടുക്കാം, independent of n I ആണ്.
implies the proportionality constant dou equal to n by summation I varies 1 to k capital NISI. Implies ni equal to എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ ഡോയിന്റെ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡോയിന്റെ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ni equal to എന്താ പറഞ്ഞിട്ടുള്ളത്? ഡോ എന്ന് പറയുന്നത് n by summation NSI into ഡോ into NISI. ni എന്ന് പറയുന്നത് ഡോ ഇൻറ്റു NISI ആണ്. ഡോ എന്ന് പറയുന്നത് n by summation NISI ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഡോ എന്ന് പറയുന്നത് n by summation സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get ni equal to n NISI by summation NISI. ഏതാ allocation? You can call that allocation as optimal allocation or Niemann allocation. അവിടെ ni യുടെ വാല്യൂ വരുന്നത് n into capital Ni into Si by summation I varies 1 to k NISI. 3 തരം അലോക്കേഷൻ. ഒന്നാമത്തെ അലോക്കേഷൻ ഈക്വലി അലോക്കേറ്റ് ചെയ്യാം. എല്ലാ സ്ട്രാറ്റയിൽ നിന്നും ഈക്വൽ നമ്പർ ഓഫ് സാമ്പിൾ എടുക്കുക. രണ്ടാമത്തെ അലോക്കേഷൻ പ്രൊപ്പോർഷണൽ അലോക്കേഷൻ. സ്മോൾ എന്നും ക്യാപിറ്റൽ എന്നും ആയിട്ടുള്ള പ്രൊപ്പോർഷൻ. സ്മോൾ Ni is proportional to capital Ni. സാമ്പിൾ സൈസ് ആ സ്ട്രാറ്റയിൽ വരുന്ന ടോട്ടൽ സൈസിനോട് പ്രൊപ്പോർഷണൽ ആകും. മൂന്നാമത്തത് സൈസും വാരിയബിലിറ്റിയും കൂടിയിട്ട് ഒരുമിച്ച് കൺസിഡർ ചെയ്യാം. സാമ്പിൾ സൈസ് എടുക്കാനായിട്ട് Ni എടുക്കാനായിട്ട് ഇറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആകെയുള്ള എലിമെന്റ്സിന്റെ എണ്ണം ഇൻ ദ ith സ്ട്രാറ്റ ആൻഡ് അതിന്റെ വാരിയബിലിറ്റി Si. ith സ്ട്രാറ്റയിൽ വരുന്ന Si. അപ്പം Ni ഈസ് പ്രൊപ്പോർഷണൽ ടു NISI. അവിടെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. അവിടെ വരുന്ന ith സ്ട്രാറ്റയിൽ നിന്നുള്ള സാമ്പിളിന്റെ സൈസ് എന്ന് പറയുന്നത് Ni എന്ന് പറയുന്നത് n into capital NISI by summation I varies 1 to k NISI. അപ്പൊ 3 തരം അലോക്കേഷൻ. ക്ലിയർ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ്, ചോയ്സ് ഓഫ് സാമ്പിൾ സൈസ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ് ഓഫ് സർവേ ആൻഡ് വാരിയബിലിറ്റി. കോസ്റ്റ് ഓഫ് സർവേയും കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, വാരിയബിലിറ്റി കൺസിഡർ ചെയ്തു, ഇനി അതിന്റെ കൂടെ കോസ്റ്റ് കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ സാമ്പിൾ സൈസിനെ ഫിക്സ് ചെയ്യാം, സാമ്പിൾ സൈസിനെ ഐഡന്റിഫൈ ചെയ്യാം. സോ ലെറ്റ് ദ കോസ്റ്റ് ഫംഗ്ഷൻ, വി ആർ അസ്യൂമിങ് എ ഫംഗ്ഷൻ, ലെറ്റ് ദ കോസ്റ്റ് ഫംഗ്ഷൻ എങ്ങനെ, കോസ്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? വി ആർ അറേഞ്ചിങ് c equal to the function, the format of the function is c equal to c naught plus summation I varies 1 to k ci ni. Not that function, cost function. C is the total cost. ആകെ നമുക്ക് വരുന്ന കോസ്റ്റ് ആണ് സി ആയിട്ട് എടുത്തിട്ടുള്ളത്. സി നോട്ട് എന്ന് പറയുന്ന ഓവർ ഹെഡ് കോസ്റ്റ് ആണ്. സി ഐ എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻ ദ ith സ്ട്രാറ്റം ആണ്. മാറിപ്പോകരുത്. സി ഇസ് ദ ടോട്ടൽ കോസ്റ്റ്, സി നോട്ട് ഇസ് ഓവർ ഹെഡ് കോസ്റ്റ്, സി ഐ ഇസ് ദ കോസ്റ്റ് പെർ യൂണിറ്റ് ഇൻ ദ ith സ്ട്രാറ്റം. So, summation I varies 1 to k ci ni in the total cost within the sample. It is the total cost within the sample. എങ്ങനെയാ വന്നിട്ടുള്ളത്? സാമ്പിൾ സൈസ് തന്നെയാണ്. സി ഐ എന്താ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? കോസ്റ്റ് പെർ യൂണിറ്റ് ആണ്. അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ട്രാറ്റയുടെ കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞ സമ്മേഷൻ സി ഐ എൻ ഐ ആയി കഴിഞ്ഞാൽ ടോട്ടൽ കോസ്റ്റ് വിത്തിൻ ദ സാമ്പിൾ ആകും. അത്രയും കാര്യം ഓക്കെയാണ്. ടു ഫൈൻഡ് എൻ ഐ, നമുക്ക് ഇവിടെയും ആവശ്യം എന്താണ്? സാമ്പിൾ സൈസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. To find ni under cost function, ഈ കോസ്റ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ വരുന്ന സാമ്പിളിന്റെ എണ്ണം ഐഡന്റിഫൈ ചെയ്യാൻ ഫ്രം ദ ith സ്ട്രാറ്റ ni യുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കൺസിഡർ ദ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ. മാത്തമാറ്റിക്കലിലെ ഫണ്ടമെന്റൽ പഠിച്ചിട്ടുള്ളതായിരിക്കും ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ. നോർമലായിട്ട് നമ്മൾ ലാംഡ എന്നാണ് ഡിനോട്ട് ചെയ്തത്. അപ്പൊ ഇവിടെ കൺസിഡർ ദ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ലാംഡ ആസ്, എവിടെയാണ് കൊടുക്കേണ്ടത്? ഈ കോസ്റ്റ് ഫംഗ്ഷനാണ് റിലേറ്റ് ചെയ്യണം. അതിന് പകരം നമ്മൾ ഡിനോട്ട് ചെയ്യണം phi equal to variance of y bar st. ഒരു ലഗ്രാഞ്ചിയൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ബൈ യൂസിംഗ് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ. phi equal to variance of y bar st plus lambda square. എന്താ ലാംഡ? ഇറ്റ് ഈസ് ദ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ. ലാംഡ സ്ക്വയർ into c minus c naught.
അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? സ്ട്രാറ്റിഫൈഡിന്റെ വാല്യൂസ് നമുക്കറിയാം. സി മൈനസ് സി നോട്ട് എവിടുന്നാണ് കിട്ടിയിട്ടുള്ളത്? സി മൈനസ് സി നോട്ട്. ഇവിടെ സി ഉണ്ട്, സി നോട്ട് ഉണ്ട്, പ്ലസ് ഒരു ടേം ഉണ്ട്. അപ്പൊ സി എന്താണെന്ന് അറിയാം. സി ഈക്വൽ ടു സി നോട്ട് പ്ലസ് ദിസ് സമ്മേഷൻ വാല്യൂ ആണ്. ഇവിടെ വരുന്ന ടേം സി മൈനസ് സി നോട്ട്. അപ്പൊ സി മൈനസ് സി നോട്ട് ആയി കഴിഞ്ഞാൽ എന്താവും? C minus C naught from this equation A, it is equal to summation Ci Ni. 5 equal to 3 plus 2. അപ്പൊ 5 minus 3 equal to 2. അതേപോലെ C minus C naught equal to summation Ci Ni. അപ്പൊ എവിടെ കൊടുക്കാം? C minus C naught പകരം summation Ci Ni കൊടുക്കാം. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യം variance of y bar s t നമുക്ക് അറിയുകയും ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ the function become എന്തായിട്ട് മാറും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാരിയൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സമ്മേഷൻ wi സ്ക്വയർ 1/ni മൈനസ് 1/ni si സ്ക്വയർ. നമുക്ക് അറിയാവുന്നതാണ് സ്ട്രാറ്റിഫൈഡിന്റെ വാരിയൻസ് ഓഫ് y bar s t ഇൻ ദ കേസ് ഓഫ് സ്ട്രാറ്റിഫൈഡ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പ്ലസ് ലാംഡ സ്ക്വയർ ഇൻടു സി മൈനസ് സി നോട്ട്, അതിനെ റീപ്ലേസ് ചെയ്തു സമ്മേഷൻ Ci Ni ഫ്രം ദ ഇക്വേഷൻ A. ഓക്കെ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ni വരുന്ന ടേമിനെ ഒരുമിച്ചാണ്. wi into 1/ni si സ്ക്വയർ, wi 1 capital Ni si സ്ക്വയർ ni ഇല്ല, അതിനെ മാറ്റി എഴുതി. പക്ഷെ മൂന്നാമത്തെ ടേമിൽ Ci Ni ഉള്ളത് കൊണ്ട് അതിനെ പുറത്തേക്ക് എഴുതി. ഒരു റീഅറേഞ്ച്മെന്റ്. a പ്ലസ് b പ്ലസ് c എന്നുള്ളത് a പ്ലസ് c പ്ലസ് b എന്ന് മാറ്റി എഴുതി. ni വരുന്ന ടേംസിനെ ഒരുമിച്ച് സം ചെയ്തു. ക്ലിയർ ആണല്ലോ? അത് ഓർമ്മിച്ചു നോക്കുക. എ പ്ലസ് ബി മൈനസ് സിനെ എ മൈനസ് സി പ്ലസ് ബി. ഇനി നമ്മൾ ചെയ്യുന്നത് അനദർ ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ്. നമ്മൾ ചെയ്യാൻ പോകുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ഉണ്ട് പ്ലസ് 2ab. എ എന്നെടുക്കുന്നത് എന്താണ്? wi റൂട്ട് ni. wi സ്ക്വയർ ni ആണ്. അതിന് നമ്മൾ എന്തെടുത്തു? നമ്മൾ അതിനെ wi സ്ക്വയർ ഉണ്ട്. അപ്പൊ അതിനെ wi a സ്ക്വയർ ആണുള്ളത്, അതിനെ a ആക്കണം. wi ബൈ റൂട്ട് n. അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ wi സ്ക്വയർ si സ്ക്വയർ റൂട്ട് n സ്ക്വയർ ni. ദാറ്റ് ഈസ് a സ്ക്വയർ നമ്മൾ a എന്താണെന്ന് നോക്കുക. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? a മൈനസ് ബി ഹോൾ സ്ക്വയർ ആക്കിയിട്ട് എഴുതാൻ പോവാണ്. ആ a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്താ? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. അപ്പൊ a കിട്ടി. എയുടെ സ്ക്വയർ ഉണ്ട്, a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വേണം. ബി എന്താ? ഇതിന്റെ റൂട്ടാണ് ബി. ലാംഡ സ്ക്വയർ സമ്മേഷൻ Ci Ni ന്റെ റൂട്ടാണ് ബി. അപ്പം ലാംഡ സ്ക്വയറിന്റെ റൂട്ട് ലാംഡ, ഇതിന്റെ റൂട്ട് റൂട്ട് ഓഫ് സമ്മേഷൻ ഉണ്ട് സമ്മേഷൻ Ci Ni, റൂട്ട് ഓഫ് സമ്മേഷൻ Ci Ni സമ്മേഷൻ അല്ലേ? അപ്പൊ അവിടെ എങ്ങനെയായിട്ട് എഴുതി? ഈ Ci Ni എന്ന് പറയുന്നതിൽ n ഉണ്ട്, ഇവിടെ n ഉണ്ട്, ആ ടേംസിലൊക്കെ n വരുന്നുണ്ട്. ക്ലിയർ ആണ് അല്ലേ? ആ ടേംസിലൊക്കെ n വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതില് ഇവിടെ ലാംഡ സ്ക്വയർ സമ്മേഷൻ Ci Ni, ഇവിടെ wi സ്ക്വയർ si സ്ക്വയർ ni, ഇവിടെ രണ്ടിലും n വരുന്നുണ്ട്, ഇവിടെ n വരുന്നില്ല, സ്മോൾ n വരുന്നില്ല. അപ്പൊ ആക്ച്വലി ഇവിടെ സമ്മേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ സമ്മേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ വരുന്ന സമ്മേഷന് സമ്മേഷൻ Ci Ni എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം? ഒരുമിച്ച് ഇവിടെ സമ്മേഷൻ കൊടുക്കാം. സമ്മേഷൻ ഓഫ് wi റൂട്ട് ഓഫ് ni മൈനസ് ലാംഡ റൂട്ട് ഓഫ് Ci Ni ഹോൾ സ്ക്വയർ പ്ലസ് ടേംസ് ഇൻഡിപെൻഡന്റ് ഓഫ് ni. സമ്മേഷൻ കൊടുക്കുമ്പോൾ ഓരോ ടേംസിന്റെയും സം വരുന്നതിനാൽ അതിന്റെ സ്ക്വയർ ടേംസിൽ a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ആ മൈനസ് 2ab ഇനി n വരുമോ ഇല്ലയോ? ഇവിടെ a എന്ന് പറയുന്നത് wi റൂട്ട് ni ആണ്, b എന്ന് പറയുന്നത് ലാംഡ റൂട്ട് ഓഫ് Ci Ni ആണ് അല്ലേ? അപ്പൊ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a ഇൻറ്റു ബി എടുക്കുമ്പോൾ റൂട്ട് എന്നും മുകളിൽ വരുന്ന റൂട്ട് എന്നും തമ്മിൽ ക്യാൻസൽ ചെയ്യും. അപ്പൊ 2ab എന്ന് പറയുന്ന a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab, ആ 2ab എന്ന് പറയുന്ന ടേംസിൽ ഒന്നും എന്ത് വരില്ല? ni വരില്ല. അപ്പൊ നമുക്ക് സ്ക്വയർ ചെയ്യുമ്പോൾ ഈ രീതിയിൽ എഴുതാം. ബാക്കി വരുന്ന എല്ലാ ടേംസിലും എന്തില്ല? ni ഇല്ല. അപ്പൊ ടേംസ് ഇൻഡിപെൻഡന്റ് ഓഫ് ni. ഇനി നമ്മൾ പറയുന്നത് this phi is minimum. നമ്മൾ മിനിമൈസിംഗ് ആണ് നോക്കുന്നത്. കോസ്റ്റ് ഫംഗ്ഷൻ ആണ്, കോസ്റ്റിനെ മിനിമൈസിംഗ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ എങ്ങനെ മിനിമൈസ് ചെയ്യാം? ദിസ് phi is minimum when എങ്ങനെ മിനിമം ആവും? ഇത് 0 എടുക്കുക. ഇത് 0 എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാ? ഇത് 0 ആണെങ്കിൽ എങ്ങനെ പറയാം? wi ബൈ റൂട്ട് n ഈക്വൽ ടു ലാംഡ റൂട്ട് Ci Ni. ഈ ടേം 0 ആണെങ്കിൽ
ഇത് മിനിമം ആയി മാറും. ഇത് 0 ആണെങ്കിൽ എ മൈനസ് ബി ഈക്വൽ ടു 0 ആണെങ്കിൽ എ ഈക്വൽ ടു ബി ആണ്. എ എന്ന് പറയുന്നത് WISI/√n ആണ്. ഈക്വൽ ടു ലാംഡ ഇൻടു റൂട്ട് ഓഫ് CI/NI for all I varies 1 to k stratons. Or we can say ഇവിടെ നമുക്ക് NI എന്താന്ന് പറയാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ √n ഇൻടു √n NI മാറും. അപ്പൊ √NI ഇൻടു √NI NI ആയി മാറും അല്ലെ. അപ്പൊ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ നമുക്ക് അതിൽ നിന്ന് NI ഐഡന്റിഫൈ ചെയ്യാം. എന്താണ് NI? NI ഈക്വൽ ടു 1 ബൈ ലാംഡ NI ഈക്വൽ ടു 1 ബൈ ലാംഡ ഇൻടു WISI/√CI. അവിടുന്ന് NI കണ്ടുപിടിക്കാം. NI എന്ന് പറയുന്നത് ഏതിനാണ്? കോസ്റ്റ് ഫംഗ്ഷൻ. അത് മിനിമൈസിംഗ് കോസ്റ്റ് ആവുന്ന രീതിയിലുള്ള NI കണ്ടുപിടിച്ചു ബൈ യൂസിംഗ് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലർ. സോ NI ഈക്വൽ ടു 1 ബൈ ലാംഡ WISI/√CI. അപ്പൊ 4 കാര്യങ്ങൾ പറഞ്ഞു. 1 ഈക്വലി അലോക്കേഷൻ നടത്തി, 2 പ്രൊപ്പോർഷണൽ അലോക്കേഷൻ നടത്തി, 3 ഒപ്റ്റിമൽ അല്ലെങ്കിൽ നീമാൻ അലോക്കേഷൻ നടത്തി, 4 കോസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു അലോക്കേഷൻ നടത്തി. അതിലൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് NI സ്മോൾ NIന്റെ വാല്യൂ ആണ്. ith സ്ട്രാറ്റയിലുള്ള സാമ്പിൾ സൈസിന്റെ വാല്യൂ ആണ്. സാമ്പിൾ സൈസ് ഇൻ ദി ith അല്ലെങ്കിൽ സാമ്പിൾ സൈസ് ഫ്രം ദ ith സ്ട്രാറ്റയാണ്. ഓക്കെ. അപ്പം ഒന്നാമത്തെ കേസിൽ ഈക്വലി ആണ്, അതുകൊണ്ട് NI എന്ന് പറയുന്നത് n/k ആണ്. രണ്ടാമത്തെ കേസ് പ്രൊപ്പോർഷണൽ ആണ്, NI പ്രൊപ്പോർഷണൽ ടു ക്യാപിറ്റൽ NI ആണ്. അവിടെ നമുക്ക് കിട്ടുന്നത് NI ഈക്വൽ ടു n/n ഇൻടു സ്മോൾ n ബൈ ക്യാപിറ്റൽ N ഇൻടു ക്യാപിറ്റൽ NI ആണ്. മൂന്നാമത്തെ കേസിൽ അവിടെ സൈസും കൺസിഡർ ചെയ്തു, വാരിയബിലിറ്റിയും കൺസിഡർ ചെയ്തു. അതിനാൽ ആദ്യം നമ്മൾ പറഞ്ഞു ബോത്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n. ഏതൊക്കെ? കോസ്റ്റും പ്രസിഷനും. പ്രസിഷൻ കൂടണമെങ്കിൽ സാമ്പിൾ സൈസ് കൂടണം. അപ്പൊ പ്രസിഷനും വാരിയബിലിറ്റിയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ വാരിയബിലിറ്റി ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ വാരിയബിലിറ്റിയും സാമ്പിൾ സൈസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് അല്ലേ. അപ്പം വാരിയബിലിറ്റി കുറയണമെങ്കിൽ എങ്ങനെ ചെയ്യണം? NI നമ്മൾ ആ വാരിയബിലിറ്റി കുറയുന്ന രീതിയിൽ NI കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കണം? NI is proportional to NISI. NI is proportional to capital NISI കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ കിട്ടുന്നത്? NI is equal to N into NISI by summation NISI. നാലാമത്തെ കേസായിട്ട് ചോയ്സ് ഓഫ് സാമ്പിൾ സൈസ് ബേസ്ഡ് ഓൺ ദ കോസ്റ്റ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഒരു കോസ്റ്റ് ഫംഗ്ഷൻ പറഞ്ഞു. ആ കോസ്റ്റ് ഫംഗ്ഷനിൽ അതിന്റെ മിനിമം കോസ്റ്റ് അച്ചീവ് ചെയ്തുകൊണ്ട് ഒരു ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അതിന് ഏറ്റവും മിനിമം കോസ്റ്റിൽ NIയുടെ വാല്യൂ ഐഡന്റിഫൈ ചെയ്തു. അത് ഡെറിവേഷൻ ഇങ്ങനെ വന്നു. ലാസ്റ്റ് NI എന്ന് പറയുന്നത് 1 ബൈ ലാംഡ. ലാംഡ ഇസ് ദ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലർ WISI/√CI. അവിടെ CI എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ്, SI എന്ന് പറയുന്ന വാരിയബിലിറ്റി കാണിക്കാനായിട്ട് ith സ്ട്രാറ്റേഡ് ഡീവിയേഷൻ, WI and the function Lagrangian function is denoted as phi. So finally we get NI, that is the sample size of ith strata, is equal to 1 by lambda WISI/√.